ഡോക്ടർ കെ ജയപ്രസാദ്, ഈ ഭരിക്കുന്നവർക്ക് ഭരിക്കപ്പെടുന്നവരോടുള്ള ബാധ്യത എന്താണ്? ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ജനം ചോദിക്കുന്നു, ഇവിടുത്തെ യുവാക്കൾ ചോദിക്കുന്നു. അവിടെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ഏത് രൂപത്തിലാണ്, എത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ടുള്ള മാർഗങ്ങളാണ് അവിടെ പ്രയോഗിച്ചതെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ മറുപടി നൽകേണ്ടതല്ലേ? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം എന്ന് പറയുന്നത് ഡൽഹിയിൽ നടന്ന നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് CJP എന്നുള്ള ഒരു പുതിയ ജനകീയ യുവജനങ്ങളുടെ പ്രസ്ഥാനം, ജെൻസി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന, അവർ നടത്തിയ ഒരു വലിയ സമരം. ആ സമരം ഏതാണ്ട് ജൂൺ 28 മുതൽ ജൂലൈ 20 വരെ സമാധാനപരമായ സമരമായിരുന്നു. അതിനുശേഷം അവർ നിരോധിത മേഖലയിലേക്ക് കുട്ടികളുടെ മാർച്ച് ഉണ്ടാകുന്നു, പോലീസ് അതിക്രമം ഉണ്ടാകുന്നു. 24-ാം തീയതി അതിന് നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്ന സോനം വാങ്ചുക്ക് കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സമരം അവസാനിപ്പിച്ചു. 26-ാം തീയതി, 25-നും 26-നും കുട്ടികളുമായിട്ടുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 26-ന് മന്ത്രി രാജിവെച്ചു. അന്ന് 3 ഡിമാൻഡുകളാണ് CJP മുന്നോട്ട് വെച്ചത്. ആ 3 ഡിമാൻഡും പൂർണ്ണ രൂപത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഈ സമരത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ജൂൺ 18 മുതൽ ജൂലൈ 8-ാം തീയതി വരെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ആ തരത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് CJP വരുന്നത്. അപ്പോൾ അതായത് വിദ്യാർത്ഥികൾ പോലും ഉന്നയിക്കാത്തൊരു വിഷയമാണ്. വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കേസുകൾ പൂർണ്ണമായിട്ടും പിൻവലിക്കുക, വിദ്യാർത്ഥികൾക്ക് അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ഇവിടെ വിഷയം എന്ന് വെച്ചാൽ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോഴേ ആദ്യം നീറ്റ് വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ഡേയിൽ ഗവൺമെൻറ് നിരസിച്ചു. സെക്കൻഡ് ഡേയിൽ അമിത്ഷാ വിഷയം വരുന്നത്. അമിത്ഷാ വിഷയം ആദ്യം ഉന്നയിച്ചിരുന്നില്ല. അന്ന് മന്ത്രിയുടെ രാജ്യം മാത്രമാണ് ഉന്നയിച്ചത്. അതായത് ഗോൾ പോസ്റ്റ് കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്വേച്ഛാധിപത്യ സമീപനം, ഞാൻ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനം അധികാരത്തിലെത്തിയവരാണ് അല്ലേ? പ്രതിപക്ഷം അവർ ന്യൂനപക്ഷമായി വന്നതുകൊണ്ട് അവർ പ്രതിപക്ഷമായി മാറുന്നു, ബാക്കി ഭൂരിപക്ഷമുള്ളവർ ഭരിക്കുന്നു. 2 കൂട്ടരെയും അവിടേക്ക് പാർലമെന്റിലേക്ക് അയച്ചത് ഇവിടുത്തെ ജനമാണ്. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ? ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഏത് രൂപത്തിൽ തല്ലിച്ചതച്ചു? ലാത്തി കൊണ്ട് അടിച്ചതിനെ കുറിച്ച് മാത്രമല്ല ഈ ചോദ്യം. ലാത്തികളിൽ ആണികൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. ചെറിയ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. പെല്ലറ്റ് ഉപയോഗിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? അറിയണ്ടേ? ജനത്തിന് അറിയണമൊക്കെ. ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട ആ 3 ചോദ്യങ്ങളിലില്ല എന്ന് വെച്ച് ഈ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി പറയേണ്ട എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രാജ്യസഭാ അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രി വരാൻ ഒന്ന് പറയണം എന്ന് പാർലമെന്ററി കാര്യമന്ത്രിയോട് പറഞ്ഞത്? അല്ലെ, തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അതിന് ആദ്യം വേണ്ടത് പാർലമെന്റ് നടപടിക്രമങ്ങൾ നിയമം അനുസരിച്ച് നടക്കണം. ഇവിടെ നമ്മുടെ പാർലമെന്റിന്റെ അവസ്ഥ എന്താണ്? ഈ 18-ാം പാർലമെന്റിന്റെ ഇതുവരെയുള്ള പ്രൊഡക്ടിവിറ്റി തന്നെ 28% താഴെയാണ്. അത് 17-ാം പാർലമെന്റിലും അതുപോലെ 47% പ്രൊഡക്ടിവിറ്റി. അതിനു മുമ്പ് അതായത് നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 80%-നടുത്തോളം പാർലമെൻറ്റ് വർക്ക് ചെയ്ത ഒരു സമ്മേളനം, ഒരു പീരീഡായിരുന്നു. പക്ഷേ BJP പ്രധാന പ്രതിപക്ഷമായിരുന്ന 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ പാർലമെൻറ്റ് പ്രൊഡക്ടിവിറ്റി 87%ആയിരുന്നു. 2ാം UPA സർക്കാരാകുമ്പോഴത്തേക്കും അത് 62%ആയി കുറഞ്ഞു. കാരണം ഒരുപാട് അഴിമതി ആരോപണങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാണല്ലോ. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ടിവിറ്റിയിൽ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒന്നും പങ്കില്ല. അവര് വരണ്ടേ? അല്ല, ചർച്ച ഉണ്ടാകുമ്പോഴാണ് ഇപ്പൊ ഞാൻ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടവർ പറയാതെ സഹമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുകയും ബില്ലുകൾ അവതരിപ്പിക്കുകയും അല്ലല്ലോ വേണ്ടത്. ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കേണ്ട ബില്ല് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കണം, സഹമന്ത്രി. പാർലമെന്ററി നടപടിക്രമങ്ങൾ അനുസരിച്ച് ക്വസ്റ്റ്യൻ അവർ ആണല്ലോ ആദ്യം വരുന്നത്. അതിനനുസരിച്ച് 0 അവർ വരുന്നുണ്ട്. നമ്മുടെ പാർലമെൻറ്റ് ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. എനിക്ക് താല്പര്യമുള്ളത് എൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ വളരെ മുന്നേ തന്നെ ഇതിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമ്മുടെ പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ അമിത്ഷാ പാർലമെന്റിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുന്നുണ്ട്. കാരണം പാർലമെന്റിൽ നടപടിക്രമങ്ങൾ നടക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ, ഈ നീറ്റ് വിഷയം ഉൾപ്പെടെ പാർലമെന്റിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ, നോക്കൂ, ഓഫീസിൽ പോയി ഫയലുകൾ ഒപ്പിടാൻ ഇവിടെ ഉദ്യോഗസ്ഥരും ഉണ്ടല്ലോ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നില്ലല്ലോ. ശ്രീ ജയപ്രസാദ്, അല്ല, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നതല്ല ജനങ്ങൾക്ക് കേൾക്കേണ്ട. പാർലമെന്റിൽ മറുപടി പറയണം. ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ ഉത്തരവിട്ടത്? ആരാണ് ഈ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ രീതിയിൽ, മനുഷ്യത്വ വിരുദ്ധമായ രീതിയിൽ
ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയെന്ന് അറിയണ്ടേ? ആഭ്യന്തരമന്ത്രി അറിയാതെയാണോ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക, പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഒരു തോന്നൽ എന്താണ്? അല്ല, നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലത്തെ റോളുണ്ട്. ഞാൻ പാർലമെന്ററി വ്യവസ്ഥ നല്ലവണ്ണം പഠിച്ച് എൻ്റെ ഒരു വിഷയമായതുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ പഠിച്ച ഒരാളാണ്. അതിൽ പ്രതിപക്ഷത്തിനും പ്രധാന റോളുണ്ട്. അത് ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ നന്ദി പ്രമേയത്തിന് മറുപടി പറയാനായിട്ട് അല്ലെങ്കിൽ അതിന് പ്രധാനമന്ത്രിക്ക് കഴിയാതെ അത് പാസ്സാക്കേണ്ട സാഹചര്യം 2026 ഫെബ്രുവരി, അതായത് കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ പാർലമെന്റിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് വിഷയങ്ങൾ ഉയർത്താനും സമരം നടത്താനും ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനും ഒക്കെ അതിനുള്ള അവകാശമുണ്ട്. അതിന് ഏറ്റവും ഉന്നതമായ ബോഡി എന്ന് പറയുന്നത് പാർലമെന്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ പാർലമെന്റ് നടപടിക്രമം ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും വിഷയം ഇപ്പോൾ ഏതാണ്ട് 52% MP ഈ 18ാം പാർലമെന്റിൽ 52% MP ആദ്യമായിട്ട് ലോകസഭ കാണുന്നവരാണ്. അവർക്ക് ആർക്കും അവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കേരളത്തിൽ പോയിട്ടുള്ള MP പോലും കേരള വിഷയങ്ങൾ റേസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കൂക്ക് വിളിക്കുന്നിടത്ത് മാത്രമാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ നടക്കുന്നത് ഇപ്പം നമ്മുടെ ജെൻസികൾ ഈ പാർലമെന്റിനെ ഇപ്പോൾ ആരാ ശ്രദ്ധിക്കുന്നത്? കാരണം ഇത് ലോകസഭാ നടപടികൾ തുടങ്ങുമ്പം തന്നെ അവസാനിക്കുകയാണ്. അവിടെ നമ്മൾ പാർലമെന്റ് നടപടിക്രമങ്ങൾ ഒരു ദിവസമെങ്കിലും പൂർണ്ണ രൂപത്തിൽ നടത്തുമ്പോഴും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വന്നില്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാനുള്ള യോഗ്യതയുണ്ട്. ഇവിടെ അത് നടക്കുന്നില്ല. ഞാൻ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നില്ല. പാർലമെന്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അവിടെ ആരും കൂക്കില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്തവർ പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ കൂക്കും വിളിയും ഒക്കെ ഉണ്ടാകും. അങ്ങയുടെ സങ്കല്പത്തിലെ പാർലമെന്റ് കൈകെട്ടി ചുണ്ടത്ത് വിരൽ വെച്ചിരിക്കുന്ന അച്ചടക്കത്തോടുള്ള പ്രതിപക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ വരാം. അല്ല, അങ്ങ് പറഞ്ഞു വരുന്നത് ഈ ദിവസങ്ങൾ ചേർന്ന ദിവസങ്ങളും ഫലപ്രദമാകാതെ പോയി എന്ന് പറയുമ്പോൾ ബില്ലുകൾ പാസ്സാക്കുന്നുണ്ടോ? പ്രതിപക്ഷമൊന്നും വേണമെന്നില്ല, ആ രൂപത്തിൽ അങ്ങ് ബില്ലുകൾ പാസ്സാക്കി പോകുന്നുണ്ട്. അത് നല്ല സൗകര്യമായിട്ട് എടുക്കുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.